റിയാദിലെ നാടക പ്രേമികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ച ടിപ്പു സുൽത്താൻ ചരിത്ര നാടകം അരങ്ങിൽ നിറഞ്ഞാടി. ചരിത്ര വസ്തുതകളുടെ ഇടിമുഴക്കമായിരുന്നു ജയൻ തിരുമന രചനയും സംവിധാനവും നിർവഹിച്ച നാടകം. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് 145 കഥാപാത്രങ്ങൾ അണിനിരന്ന നാടകം അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ചരിത്രം പുനരാവിഷ്കരിച്ചപ്പോൾ കാണികളും കഥാപാത്രങ്ങളായി മാറി. സാമ്രാജ്യത്വത്തിന്റെ കുതന്ത്രങ്ങളും നാട്ടുപ്രമാണിമാരും കൂട്ടുകൂടിയതോടെ സാധാരണക്കാരും താഴ്ന്ന ജാതിക്കാരും കൊടും ക്രൂരതയ്ക്ക് ഇരയായി. മൈസൂരിലെയും മലബാറിലെയും മാടമ്പികളുടെ ക്രൂരവിരോധത്തിന്റെ ദൃശ്യങ്ങൾ അരങ്ങിൽ അവതരിച്ചപ്പോൾ കഥാപാത്രങ്ങളുടെ തേങ്ങൽ കാണികളിലും പ്രകടമായി. കഥാപാത്രങ്ങളുടെ കണ്ണീർത്തുള്ളികൾ രംഗപീഠത്തിൽ നിറഞ്ഞപ്പോൾ കാണികളും തേങ്ങൽ ഉള്ളിലൊതുക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടുന്നത് കാണാമായിരുന്നു. ജയൻ തിരുമന രചനയും സംവിധാനവും നിർവഹിച്ച ടിപ്പു സുൽത്താൻ ചരിത്ര നാടകം അരങ്ങേറിയ റിയാദ് ബഗ്ലഫിലെ സമർ ഓഡിറ്റോറിയത്തിലായിരുന്നു വികാരനിർഭരമായ രംഗങ്ങൾ. സന്ധിക്ക് ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഗർജിക്കുന്ന ടിപ്പുവിന്റെ ശബ്ദം ഹർഷാരവത്തോടെയാണ് കാണികൾ എതിരേറ്റത്. യുദ്ധത്തിനിടെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പീരങ്കി 2 തവണ തീതുപ്പുന്ന രംഗം അമ്പരപ്പുളവാക്കിയെങ്കിലും ആർപ്പുവിളികളോടെയാണ് കാണികൾ എതിരേറ്റത്. തന്റെ ഇടവും ആത്മവിശ്വാസവും സ്ഫുരിക്കുന്ന ആർജവത്തിന്റെ അടയാളമായി നാടകത്തിൽ നിറഞ്ഞു നിന്ന ടിപ്പുവിനെ അവതരിപ്പിച്ചത് ബഷീർ ചേറ്റുവ ആണ്. വർഗീയവാദി, ക്ഷേത്രം കൊള്ളയടിച്ചവൻ എന്നിങ്ങനെ ടിപ്പുവിന്റെ മേൽ ചുമത്തിയ ആരോപണങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തുകയും യഥാർത്ഥ ചരിത്രം പറയുന്നതിലും മികവ് പുലർത്തിയതാണ് നാടകത്തെ വ്യതിരിക്തമാക്കിയത്. നസറുദ്ദീൻ വിജയ്, റിപ്പോർട്ടർ, റിയാദ്. ഷാർജയിൽ ഇന്ത്യൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും.